ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഫോറം മാളിലെ ഫൺ സിറ്റിയിലേക്കാണ്. നമ്മളുടെ കൂടെ ഒരാൾ കൂടിയുണ്ട്, വൺ ഓഫ് മൈ ബ്രദർ ആശിഷ്. ആശപ്പാന്ന് വിളിക്കും. അവൻ 6 മാസത്തെ കടൽ ജീവിതത്തിന് ശേഷം തിരികെ വന്നതാണ്. അപ്പോഴൊന്ന് കൂടാമെന്ന് കരുതി. ബൈ ദ ബൈ, ഞങ്ങൾ ഫൺ സിറ്റിയിൽ മെയിനായിട്ട് വന്നത് ദേവുനെ ഒന്ന് കളിപ്പിക്കാമെന്ന് കരുതിയിട്ടാണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ സ്റ്റൈലിഷ് ആയിട്ട് ഒരു കാർ അവിടെ ഇരിക്കുന്നത് കാണായിരുന്നു. ദേവൂട്ടി ആദ്യം തന്നെ കാറിൽ കയറി റൈഡ് തുടങ്ങി. പക്ഷേ ഓടിച്ചത് മൊത്തം ഞാനും ആശപ്പനും കൂടിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആക്സിലേറ്ററിൽ ചവിട്ടുന്നത് എന്തിനാണെന്ന് അറിയാനായിട്ട് ദേവൂട്ടി ഇടയ്ക്കിടയ്ക്ക് ആക്സിലേറ്ററിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഈ വണ്ടി അത്രയ്ക്ക് സുഖമില്ല എന്ന മട്ടിൽ ഇതിൽ നിന്ന് ഇറങ്ങി ജീപ്പിലോട്ട് കയറിയങ്ങിയിരുന്നു. ദേവൂട്ടിയുടെ ഡ്രൈവിങ്ങിലെ കോൺഫിഡൻസ് കണ്ടിട്ട് സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ അവിടെ കാർട്ടൂൺ സോങ് വെച്ചേക്കുന്നു. അതിലും ഭേദം ഇത് തന്നെ എന്ന മട്ടിൽ ദേവൂട്ടിയുടെ കിണ്ണൻ ഡ്രൈവിങ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ബോബ് ദ ബിൽഡറിനെ പോലത്തെ ഒരാളുടെ കൂടെ ദേവൂട്ടിനെ കുറച്ച് നേരം പിടിച്ചിരുത്തി. അയാളെ കണ്ട് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ദേവൂട്ടിക്ക് ഒരു സന്തോഷമില്ലായിരുന്നു. ദേവൂട്ടിക്ക് ബോറടിക്കുന്നു എന്ന പേരിൽ ഞങ്ങളും ഒരു കൈ നോക്കാൻ തുടങ്ങി. അങ്ങനെ ബൗളിംഗ് ആണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഒരു ട്രയൽ എന്ന രീതിയിൽ ആശപ്പനായിരുന്നു ഫസ്റ്റ് ബൗൾ ചെയ്തത്. രണ്ടാമത് മീനു ചെയ്തു. ബോൾ എവിടെ നിന്നാണോ വരുന്നതെന്നായിരുന്നു ദേവുവിൻ്റെ സംശയം. മൂന്നാമത് ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് ക്യാൻ സ്മാഷ് എന്ന് പറഞ്ഞ ഗെയിമാണ് ഞങ്ങൾ കളിച്ചത്. അവിടെ ഒരു ക്യാൻ ഒഴിച്ച് ബാക്കി എല്ലാ ക്യാനും വീഴ്ത്താൻ എനിക്ക് സാധിച്ചു. പിന്നീട് ഞങ്ങൾ ബോക്സർ എന്ന് എഴുതിയിരിക്കുന്ന ഒരു സംഭവം കണ്ടു. അവിടെ പോയി രണ്ടുപേരും 3-4 പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തു. നമുക്ക് ആരോടെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ തീർക്കാൻ പറ്റിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് ക്ലൗൺസിൻ്റെ തലക്ക് ഹാമർ വെച്ച് അടിക്കുന്ന ഒരു ഗെയിമായിരുന്നു. സത്യം പറഞ്ഞാൽ ദേവൂട്ടിക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നും ഇവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി വലിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എറിഞ്ഞു കൊള്ളിക്കുന്ന ടൈപ്പ് ഒരു ഗെയിമായിരുന്നു. അവിടെയെല്ലാം പരമാവധി ഞങ്ങൾ കഴിയുന്നത് പോലെ എറിഞ്ഞു കൊള്ളിച്ചു. അങ്ങനെ എറിഞ്ഞു കൊള്ളിച്ചതിൻ്റെ കുറച്ച് പോയിൻറ്റ്സും ഞങ്ങൾക്ക് കിട്ടി. അതും കഴിഞ്ഞ് സ്പിൻ ദ വീൽ പോലത്തെ ഒരു സംഭവത്തിന് ലിവർ വലിച്ച് അവിടെ നിന്നും കുറച്ച് പോയിൻറ്റ്സ് കിട്ടി. ഈ പോയിൻറ്റ്സ് എല്ലാം വെച്ചിട്ട് ഞങ്ങൾ ദേവൂട്ടിക്ക് കുറച്ച് ടോയ്സ് വാങ്ങിച്ചു. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.